ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആയിരങ്ങൾ മുടക്കി നിങ്ങൾ ഒരു വലിയ റിമോട്ട് കാറോ അല്ലെങ്കിൽ വില കൂടിയ ഒരു കളിപ്പാട്ടമോ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ കുട്ടി ആ കാർ മാറ്റിവെച്ച് അത് വന്ന കാർഡ്ബോർഡ് പെട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലെ പാത്രങ്ങൾ വെച്ചോ അടിച്ച് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം, എൻ്റെ കുട്ടിക്ക് ശരിക്കും ഏത് ടോയാണ് വാങ്ങിക്കൊടുക്കേണ്ടത്? പണം മുടക്കി ടോയ് വാങ്ങിയിട്ടും കുട്ടി 2 ദിവസം കഴിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വലിച്ചെറിയുന്നത്? കുട്ടികളുടെ ശ്രദ്ധ, ഫൈൻ മോട്ടോർ സ്കിൽസ്, സംസാരശേഷി എന്നിവ വികസിപ്പിക്കാൻ ഏത് ടോയാണ് നല്ലത്? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ കഴിഞ്ഞ 7 വർഷമായി നൂറുകണക്കിന് കുട്ടികളോടൊപ്പം വ്യത്യസ്തമായ ടോയ്സ് ഉപയോഗിച്ച് പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്നാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച ലേണിംഗ് ടോയ്സുകളുടെ യഥാർത്ഥ റിവ്യൂ ആണ്. ഏത് പ്രായത്തിൽ ഏത് ടോയ് വാങ്ങണം, നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിനുള്ള മൂല്യമുണ്ടോ, ഏതൊക്കെ ടോയ്സ് ഒഴിവാക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്ക് ആരംഭിക്കാം. ഒരു നല്ല ടോയ് എന്നത് വെറുതെ ലൈറ്റ് കത്തുന്ന, വലിയ ശബ്ദത്തിൽ പാട്ട് പാടുന്ന ഒരു വിനോദോപാധി മാത്രമല്ല. അത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസത്തിന് സഹായിക്കുന്നതായിരിക്കണം. കുട്ടിക്ക് ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭാവന വർദ്ധിപ്പിക്കാനും അത് അവസരം നൽകുകയും ചെയ്യണം. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന പല വില കൂടിയ ടോയ്സുകളും വെറും ഫാൻസി ഐറ്റംസ് മാത്രമാണ്. അതിൽ കുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് പ്രായമനുസരിച്ച് ഏതൊക്കെ ടോയ്സാണ് നൽകേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ലോകത്തെ കാണാനും തൊട്ടറിയാനും തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ കോൺട്രാസ്റ്റ് ബുക്കുകൾ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്കുകൾ, ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് നിറങ്ങൾ വ്യക്തമായി കാണാൻ കഴിയണമെന്നില്ല. അതിനാൽ കറുപ്പും വെളുപ്പും നിറങ്ങളുള്ള ബുക്കുകൾ കാണിക്കുന്നവരുടെ കാഴ്ചശക്തിയും ബ്രെയിൻ ഡെവലപ്മെൻറ്റും വേഗത്തിലാക്കും. രണ്ടാമതായി സോഫ്റ്റ് സെൻസറി ബോളുകൾ. കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുമ്പോൾ മുന്നിൽ ഈ ബോൾ ഇട്ട് കൊടുത്താൽ അത് പിടിക്കാനായി ഇവർ കൈകൾ മുന്നോട്ട് നീക്കും. ഇത് അവരുടെ പേശികൾക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ്. അവസാനമായി സിലിക്കൺ ടീത്തറുകൾ. പല്ല് വരുന്ന സമയത്ത് കടിക്കാൻ മാത്രമല്ല, വായിലെ പേശികൾക്ക്, അതായത് ഓറൽ മോട്ടോറിനെ ബലം നൽകാനും ഇത് സഹായിക്കും. ഇനി 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, കുട്ടി നടക്കാനും കാര്യങ്ങൾ പരീക്ഷിക്കാനും തുടങ്ങുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ സ്റ്റാക്കിംഗ് കപ്പുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് വലിയൊരു ടവർ ഉണ്ടാക്കുക, എന്നിട്ട് അത് തട്ടിയിട്ട് ചിരിക്കുക. കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിയാണിത്. ഇത് കൈകളുടെ കോർഡിനേഷൻ കൂട്ടും. രണ്ടാമതായി ഷേപ്പ് സോർട്ടറുകൾ. വട്ടത്തിലുള്ള ദൂരത്തിൽ ചതുരമിട്ടാൽ കയറില്ല എന്ന് കുട്ടി സ്വയം പഠിക്കുന്നത് ഇത്തരം ടോയ്സിലൂടെയാണ്. അവസാനമായി ലാർജ് പെഗ് ബോർഡ്. 2 വിരലുകൾ ഉപയോഗിച്ച് പിടിക്കുന്ന പിൻസർ ഗ്രാസ്പ് രീതി വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നീട് പെൻസിൽ പിടിക്കാൻ ഇത് അത്യാവശ്യവുമാണ്. ഇനി 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ധാരാളം സംസാരിക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചിന്തിക്കാനും തുടങ്ങുന്ന പ്രായമാണിത്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ടൈൽസ് നല്ലൊരു ചോയ്സാണ്. 2026 മാർക്കറ്റിലെ രാജാവാണിത്. ഒരു ദിവസം അവർ അതുകൊണ്ട് വീടുണ്ടാക്കും, പിറ്റേന്ന് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഗാരേജ് തന്നെ ഉണ്ടാക്കും. ഭാവനക്കനുസരിച്ച് എന്തും ഉണ്ടാക്കാവുന്ന ഒരു ഓപ്പൺ എൻഡഡ് പ്ലേ കൂടിയാണിത്. ഇനി പ്ലേഡോ. അമ്മ അടുക്കളയിൽ ചപ്പാത്തി പരത്തുമ്പോൾ കുട്ടിക്ക് അരികിലിരുന്ന് പ്ലേഡോ ഉപയോഗിച്ച് സ്വന്തമായി ചപ്പാത്തിയോ കുഞ്ഞി കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. കൈവിരലുകൾക്ക് നല്ലൊരു ബലവും കിട്ടും. ഇനി പ്രിറ്റൻഡ് പ്ലേ കിച്ചൺ സെറ്റുകൾ. അമ്മക്ക് ചായ വേണോ എന്ന് ചോദിച്ച് കുട്ടി കളിക്കുന്നത് അവരുടെ ഭാഷാവികാസത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും വളരെ നല്ലതാണ്. ഇനി 3 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന പ്രായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലെഗോ ഡുപ്ലോകൾ, ചെറിയ ലെഗോ ബ്ലോക്കുകൾ ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നത് കുട്ടികളുടെ എഞ്ചിനീയറിംഗ് ചിന്തകൾ വളർത്തും. ഇനി സയൻസ് കിറ്റുകൾ. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള കുട്ടികളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇനി ഇമോഷണൽ കാർഡുകൾ. മറ്റുള്ളവരുടെ സങ്കടവും സന്തോഷവും തിരിച്ചറിയാനും വൈകാരികമായ ബുദ്ധി, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനും ഇത്തരം കാർഡുകൾ ഉത്തമമാണ്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഹൈ ഫങ്ഷനിങ് ഓട്ടിസം, സെൻസറി പ്രശ്നങ്ങൾ, സംസാരശേഷി കുറവുള്ള കുട്ടികൾ എന്നിവർ എപ്പോഴും ഓപ്പൺ എൻഡഡ് ടോയ്സ്, അതായത് പ്രത്യേക നിയമങ്ങളില്ലാത്തതും കുട്ടികൾക്ക് അവരുടെ ഭാവനക്കനുസരിച്ച് കളിക്കാവുന്നതുമായിട്ടുള്ള ടോയ്സുകൾ വേണം വാങ്ങി നൽകാൻ. ഉദാഹരണത്തിന് മാഗ്നറ്റിക് ടൈൽസ്, ബ്ലോക്കുകൾ, പ്ലേഡോ എന്നിവ. സ്വിച്ചിട്ടാൽ തനിയെ പ്രവർത്തിക്കുന്ന ടോയ്സുകളേക്കാൾ അവരുടെ ഭാവനയെയും ആശയവിനിമയത്തെയും വളർത്താൻ ഇത്തരം ടോയ്സുകളാണ് ഏറ്റവും മികച്ചത്. ഇനി ടോയ്സുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പ്രാക്ടിക്കൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രായത്തിന് അനുയോജ്യമായതാണോ എന്ന് പാക്കറ്റിലെ ഏജ് ലേബൽ നോക്കി ഉറപ്പുവരുത്തുക. 1 വയസ്സുള്ള കുട്ടിക്ക് ചെറിയ മുത്തുകളുള്ളതോ ഊരിയെടുക്കാൻ പറ്റുന്ന ചെറിയ ഭാഗങ്ങളുള്ളതോ ആയ കളിപ്പാട്ടം വാങ്ങിയാൽ അവർ അത് അറിയാതെ വായിലിട്ട് വിഴുങ്ങാനോ തൊണ്ടയിൽ കുടുങ്ങാനോ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ പാക്കറ്റിൽ 3+, 1+ എന്നൊക്കെ രേഖപ്പെടുത്തി നോക്കി വേണം നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങി കൊടുക്കാൻ. രണ്ടാമതായി സേഫ്റ്റി. BPA ഫ്രീ ആണെന്നും ടോക്സിക് അല്ലാത്തതാണെന്നും ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെ കടമയാണ്. കുഞ്ഞുങ്ങൾ കളിപ്പാട്ടങ്ങൾ എപ്പോഴും വായിൽ വെക്കുന്നതും കടിക്കുന്നതുമാണ്. അതിനാൽ പ്ലാസ്റ്റിക് പഴങ്ങളോ ടീത്തറുകളോ വാങ്ങുമ്പോൾ അതിൽ വില കുറഞ്ഞ പെയിൻറ്റോ കെമിക്കലോ ഇല്ലെന്ന് ഉറപ്പാക്കുക. അത്തരം നിലവാരമില്ലാത്ത പെയിൻറ്റുകൾ കുട്ടികളുടെ ഉമിനീരിൽ കലർന്ന് വയറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു ടോയ് വെച്ച് പല രീതിയിൽ കളിക്കാൻ കഴിയുന്നതാണോ എന്ന് നോക്കുക. അതായത് ഓപ്പൺ എൻട്രി ടോയ്സ് ആണോ എന്ന് നോക്കുക. സ്വിച്ചിട്ടാൽ പാട്ടുപാടി വട്ടം കറങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് കാർ വാങ്ങിയാൽ കുട്ടിക്കത് വെറുതെ നോക്കി നിൽക്കുക മാത്രമേ കഴിയൂ. പകരം കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടൈൽസുകൾ വാങ്ങിയാൽ കുട്ടി സ്വന്തം ഭാവന ഉപയോഗിച്ച് ഇന്ന് അതൊരു വീടും നാളെ അതൊരു ട്രെയിനൊക്കെ ആക്കി മാറ്റും. മാഗ്നറ്റിക് ടൈൽസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നാലാമതായി VFM അഥവാ വാല്യൂ ഫോർ മണി. കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ടോ, ഈട് നിൽക്കുന്നതാണോ എന്നൊക്കെ പരിശോധിക്കാവുന്നതാണ്. 500 രൂപ കൊടുത്ത് വാങ്ങുന്ന നേർത്തൊരു പ്ലാസ്റ്റിക് ഹെലികോപ്റ്റർ കുട്ടി 2 തവണ താഴെ ഇടുമ്പോഴേക്ക് പൊട്ടിപ്പോകാം. എന്നാൽ അതേ തുകക്ക് നല്ല നിലവാരമുള്ള തടി കൊണ്ടുള്ള പസിലുകളോ ആക്ടിവിറ്റി ബോർഡുകളോ ഒക്കെ വാങ്ങിയാൽ ഇത് വർഷങ്ങളോളം കേടുകൂടാതെ നിൽക്കും. വീട്ടിലെ രണ്ടാമത്തെ കുട്ടിക്ക് കൂടി ഉപയോഗിക്കാനും ചില സാഹചര്യങ്ങളിൽ സാധിക്കും. ഇനി അഞ്ചാമതായി കുട്ടിയുടെ ബുദ്ധിക്കും വികാസത്തിനും ഗുണം ചെയ്യുമോ എന്ന് ചിന്തിക്കുക. വിരലുകൾ കൊണ്ട് അമർത്തിയും ഉരുട്ടിയും കളിക്കുന്ന പ്ലേഡോ വാങ്ങിക്കൊടുത്താൽ അത് കുട്ടിയുടെ കൈവിരലുകളിലെ പേശികൾക്ക് നല്ല ബലം നൽകും. ഇത് പിന്നീട് സ്കൂളിൽ പോയി പെൻസിൽ കൃത്യമായി പിടിച്ചെഴുതാൻ അവരെ സഹായിക്കും. വെറുതെ ലേറ്റ് മിന്നുന്ന കളിപ്പാട്ടങ്ങൾ ഈ വികസന ഗുണങ്ങൾ നൽകാൻ കഴിയുന്നവയല്ല. അവസാനമായി രക്ഷിതാക്കൾക്ക് സാധാരണയായി പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. വില കൂടിയ ബാറ്ററി ടോയ്സ് വാങ്ങുക, കുട്ടിയുടെ താല്പര്യം നോക്കാതെ ടോയ് വാങ്ങുക, പിന്നെ ഏറ്റവും പ്രധാനമായി ടോയ് വാങ്ങിക്കൊടുത്തിട്ട് മാറി നിൽക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച ലേണിംഗ് ടോയ് നിങ്ങളുടെ, അതായത് രക്ഷിതാക്കളുടെ സാന്നിധ്യമാണ്. അവരോടൊപ്പം താഴെ ഇരുന്ന് കളിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് കടയിൽ പോകുമ്പോൾ എളുപ്പത്തിൽ റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ 0 to 5 years ബെസ്റ്റ് ലേണിംഗ് ടോയ്സ് 2026 ചെക്ക് ലിസ്റ്റ് PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ടോയ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. നമ്മുടെ അടുത്ത വീഡിയോ മറ്റൊരു വിഷയമാണ് സംസാരിക്കുന്നത്, ക്വാളിറ്റി ടൈം ആൻഡ് ബോണ്ടിങ് ആക്ടിവിറ്റീസ്. അതും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കും സഹോദരങ്ങൾക്കുമൊക്കെ കളിക്കാൻ എല്ലായ്പ്പോഴും കിട്ടിയിരുന്നത് പുതിയ കളിപ്പാട്ടങ്ങളായിരുന്നില്ല. ചിലപ്പോഴൊക്കെ വലിയ വീട്ടിലെ കുട്ടികൾ കളിച്ച് മുതിർന്നതിന് ശേഷം അയൽവാസികളായ നമുക്കൊക്കെ നൽകിയിരുന്ന യൂസ്ഡ് കളിപ്പാട്ടങ്ങളായിരുന്നു. മറ്റൊരു കുട്ടി ഉപയോഗിച്ചതാണെങ്കിൽ കൂടി അവയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തെ അത്രത്തോളം മനോഹരമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ കളിച്ചു വളർന്ന ശേഷം അവർ ഉപയോഗിച്ച ആ കളിപ്പാട്ടങ്ങൾ കേടുപറ്റാത്തതും മറ്റു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായവ ആവശ്യമുള്ള മറ്റു കുട്ടികൾക്കും നൽകുക. പറ്റുമെങ്കിൽ പുതിയവ വാങ്ങി സമ്മാനമായി നൽകാനും ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും മനോഹരവും ഓർമ്മകൾ നിറഞ്ഞതുമായ ഒരു ബാല്യകാലം ഉണ്ടാകട്ടെ. അതുപോലെ മറക്കാതിരിക്കുക, കുട്ടികളുടെ വീട് എപ്പോഴും കുറച്ചൊക്കെ മെസ്സി ആയിരിക്കും. അടുക്കിപ്പെറുക്കി അലമാരയിൽ പൂട്ടി വെക്കാനുള്ളതല്ല കളിപ്പാട്ടങ്ങൾ. ആ പൂട്ടിയ അലമാരകൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു നൊമ്പരങ്ങളാകാതിരിക്കട്ടെ. അവർ ഓടിക്കളിക്കട്ടെ, ചാടിമറിയട്ടെ, കളിപ്പാട്ടങ്ങൾ വലിച്ചു വാരിയിട്ട് കളിച്ച് തിമിർക്കട്ടെ. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ടോയ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കുട്ടികളുടെ ലേണിംഗ് ജേണി അതിമനോഹരമാകട്ടെ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.